നമ്മളിപ്പം ഇവിടെ വന്നിരിക്കുന്നത്, ഇതാണ് നമ്മൾ സ്ഥലം കണ്ടിരിക്കുന്നത്. ഇത്രയും സ്ഥലമുണ്ട്. അപ്പോൾ ഇതിന് 2 ലക്ഷം റുപ്യാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത്. നമുക്ക് 1 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം മേടിക്കാൻ പറ്റുന്ന ആ സ്ഥലം നമുക്ക് മേടിക്കുക. അതിന് എല്ലാവരും സഹകരിക്കുക. നമുക്ക് പറ്റുന്ന സ്ഥലം നമുക്ക് എടുക്കണം. നമ്മളൊരു അമ്പലത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇവിടെ വന്നിരിക്കുന്നത്. സ്ഥലം ഇതാണ്. ഈ സ്ഥലം എവിടെയാ? ഈ സ്ഥലം ഉള്ളത് തൃശ്ശൂർ ജില്ലയില് അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോ മെഡിക്കൽ കോളേജ് ആശുപത്രിയായിട്ടും നമ്മുടെ ഈ സ്ഥലമായിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിഷ്ണുമായുടെ അമ്പലവും അതുപോലെ തന്നെ ശ്രീ ശാസ്താവിന്റെ അമ്പലവും കുറ്റിയങ്കാവ് ഭഗവതി ക്ഷേത്രവും അതുപോലെ തന്നെ ഇവിടെ കാട്ടാമ്പുള്ളി തേവരുടെ അമ്പലവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ കൂടുതലും ഉള്ളത് ഹിന്ദുക്കളാണ് ഇവിടെ കൂടുതലുള്ളത്. പക്ഷെ എല്ലാ മതസ്ഥരും നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഈ സ്ഥലം ഇവിടെ മിസ്റ്റർ വിനുവും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് നിന്നുള്ള ചേട്ടനും പിന്നെ സജീഷും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരിത് കണ്ടു. ഇതിന്റെ ഓണറെ നിന്ന് നേരിട്ട് പോയി കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു 2.25 പറഞ്ഞ്, എങ്കിലും ഒരു 2 ലക്ഷം രൂപയ്ക്ക് അത് നമ്മൾ ചോദിച്ചാൽ കിട്ടുന്നതാണ്. ഫൈനലൈസ് ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മൾ ചിന്തിക്കുക, നമുക്ക് എത്രത്തോളം നമുക്ക് മേടിക്കാൻ പറ്റും ഭൂമി, അത്രത്തോളം നമുക്ക് നല്ലതാണ്. കാരണം നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ സംഘടനാപരമായിട്ടും പല രീതിക്കും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്, പലതും നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇന്ന് വരെയും കാക്കാലം കുറവൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കുറത്തി ക്ഷേത്രം പണിയാൻ വേണ്ടി ഇന്ന് വരെയും നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് ഇന്ന് വരെ നമുക്ക് ഒരു 3 സെന്റ് ഭൂമി പോലും മേടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ നമുക്ക് ഭൂമി മേടിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂർവികമായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെല്ലാവരും പല പല സ്ഥലങ്ങളിലും ഒക്കെ ജീവിച്ചിട്ടാണ് നമ്മളെല്ലാവരും പോയിരുന്നായിരുന്നത്. കാരണം നമ്മൾ പണ്ട് നമ്മൾ പറയും തെണ്ടി പാർക്കാൻ പോവുക എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾക്കൊരു അമ്പലം വേണം. ഒരു അമ്പലം നമുക്ക് വേണം, നമ്മുടെ മക്കൾക്ക് വേണം എന്നും കൂടി വിലയിരുത്തിയും നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂട്ടത്തോടെ വന്ന് നമ്മൾ ശ്രമിക്കുകയാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മുമ്പോട്ട് പോവുള്ളൂ. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ദേവീശ്വരൻ. എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. ഒരു അമ്പലം, കാവ്, ഇങ്ങനെയുള്ള ഒരു പ്രതികരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ സ്ഥലം വാങ്ങിക്കുന്നതിൽ യാതൊരു തെറ്റില്ല. അമ്പലത്തിന് യോജിച്ച സ്ഥലമാണ്. നമുക്ക് ഈ സ്ഥലം കിട്ടിയാൽ അമ്പലം പണിയാനും നമ്മുടെ ക്ഷേത്ര സംബന്ധമായിട്ട് പറയുമ്പോൾ നമ്മുടെ സമുദായത്തിൽ എല്ലാവർക്കും നല്ലതാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു അമ്പലം ഇല്ല. ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കൊരു നമ്മുടെ കുറത്തി ദേവി മഹാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലം ഇല്ല. പല സ്ഥലത്തും കുറത്തി ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അന്യ മതത്തിൽ പെട്ടിട്ട് അവർ പൂച്ചാരികളൊക്കെ ആയിട്ടുള്ള നടത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഒന്നുമില്ല. നമുക്ക് പോയി തൊഴാം, മടങ്ങി വരാം, സാധാരണ അമ്പലങ്ങളിൽ പോകുന്ന മാതിരി. അത് വേണ്ട. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തം ഒരു അമ്പലം ഉണ്ടാവണം. അതിന് പറ്റിയ സ്ഥലം ഞാനിതിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഉടമസ്ഥനെ കണ്ട് സംസാരിച്ചപ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനാണ്. അയാൾ എന്ത് സഹായവും നമുക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ടുണ്ട്. ഇത് വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അന്തരീക്ഷമൊക്കെ നല്ലതാണ്. ഇവിടെ തൊട്ടടുത്ത് കലക്ടറുണ്ട്. കുറച്ച് അപ്പുറത്ത് ഒരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഉണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. എല്ലാം കൊണ്ടും ഇവിടെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിലുള്ള ആരെങ്കിലും ഇതിൽ പോകുന്നുണ്ടെങ്കിൽ, ടൂറ് പോവുകയോ ബസ്സിൽ പോവുകയോ വണ്ടി പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒരു അമ്പലം പണിത് കഴിഞ്ഞാൽ, നമ്മളതായിട്ടുള്ള അമ്പലമുണ്ട്, ഒന്ന് തൊഴുകയും ചെയ്യാം. അവിടെ വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്. അത്യാവശ്യം ഒരു രാത്രി കിടന്നുറങ്ങാനുള്ള സൗകര്യം കൂടിയുണ്ട്. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഉപാധിയാണ് ഈ ക്ഷേത്രം. നമുക്കെല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് വളരെ താല്പര്യമുണ്ട്. എല്ലാവരും സഹകരിക്കണം. എത്രയും വേഗം ഈ അമ്പലം ഇവിടെ പണിയണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. അത്രയും പറഞ്ഞുകൊണ്ടിട്ടുള്ളത് കുറത്തി ക്ഷേത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 18 തരം കുറത്തി തൈകൾ ഉണ്ടെന്നാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അതിലിപ്പോ കുറെ ഭാഗമൊക്കെ നമ്മളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതില് 18 വിഭാഗങ്ങളെ തയ്യങ്ങളാണ് ചുറ്റും കൊടുത്തിട്ടുള്ളത്. മലംകുർത്തി എന്ന് പറയുന്നത് ഒരു മലദൈവം എന്നുള്ളതാണ് സങ്കല്പം. അപ്പൊ അത്തരം ദൈവങ്ങളുടെ ഭാവങ്ങൾ കേരളത്തിൽ വിരളമാണ്. ഇപ്പൊ ഉള്ളത് നിലമ്പൂര് ഒരു കുറത്തി ക്ഷേത്രമാണ്. പക്ഷെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങള് മറ്റു വിഭാഗത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വരുമാന മാർഗം പോലും നമ്മുടെ ആൾക്കാർക്കിടയിലോ പാവപ്പെട്ട ആൾക്കാർക്കിടയിലോ ഒന്നും എത്തിച്ചേരുന്നില്ല. നമ്മൾ ഈ ക്ഷേത്രം പണിയുന്നത് ഉദ്ദേശിക്കുന്നത് തന്നെ സമൂഹത്തിൽ വേണ്ടപ്പെട്ട തരം താന്ന് കടന്ന് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സഹായം എത്തിക്കുക, അതുപോലെ സമുദായത്തിന് ഒരു ഇമേജ് വരുത്തിക്കുക, അങ്ങനെയുള്ള പല പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ ഇതിനെ പറ്റിയുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് വിശദമായ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത്താണിയിൽ വെച്ച് നമ്മൾ പിറകില് കാണുന്ന സ്ഥലമാണ്, 1 ഏക്കറാണ് ഇത് കിടക്കുന്നത്. അപ്പോ ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇനി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർക്കിടയിൽ പല ആൾക്കാരും സാമ്പത്തികമായി നിൽക്കുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോ നമ്മുടെ ആൾക്കാരിൽ നിന്ന് സഹായം കിട്ടിയതിന് ശേഷം ബാക്കി പുറമേ നിന്നുള്ള സഹായം കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു പക്ഷേ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ആൾക്കാരെ എത്രത്തോളം നമ്മളിലേക്ക് സഹകരിക്കുന്നതോ അത്രത്തോളം മൂവ്മെന്റ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കുറത്തി ക്ഷേത്രം എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് മറ്റുള്ളവരും ഇതിനെ വീക്ഷിച്ച് കാണുന്നത്. ഇപ്പൊ ഇന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തില് ഞങ്ങൾ പോവുകയുണ്ടായി. അവിടെ കുറെ ആൾക്കാർ ഇതിനെ പറ്റി അന്വേഷിച്ച് വന്നിട്ട് അവര് നല്ലൊരു സംസാരമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു ദേവതയെ കുറിച്ചിട്ട് തന്നെ വിരളമായിട്ടാണ് കണ്ടിട്ടുള്ളതും, അതുപോലെ തന്നെ ഇത്രയധികം തെയ്യങ്ങള് ഉൾക്കൊള്ളുന്ന ഒരു ദേവത ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു ചിത്രീകരണം കൂടിയാണ് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയ്ക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ഷേത്രത്തിന് എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇതിനൊരു ക്ഷേത്രം നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടുവരാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം. ട്രസ്റ്റ് രൂപീകരിച്ച് കഴിഞ്ഞാല് നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും ഇതിന് പൈസ കളക്ട് ചെയ്യാനും എല്ലാത്തിനും ഒരു സൗകര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ട്രസ്റ്റ് രൂപീകരിക്കണം. ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി ഓരോ മെമ്പർമാരും ഒരു 10,000 രൂപ വെച്ചിട്ട് എടുക്കണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഉടനടി കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനുള്ള ഫണ്ട് കണ്ടെത്തണം നമ്മൾ. ഒന്നാമത്തെ കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളിപ്പോ പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളിപ്പോ കുറച്ച് പേര് കൂടിയിട്ട് മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളായിരിക്കണം ഇതിന്റെ ട്രസ്റ്റിന് വരുന്ന ആൾക്കാർ. കാരണം നമ്മൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക എന്ന് ഞങ്ങൾ മാത്രം തീരുമാനിക്കുന്നതല്ല, നമ്മളെല്ലാവരും ചേർന്നുകൊണ്ടാണ് ട്രസ്റ്റ് രൂപീകരിക്കേണ്ടതും. അതിന് വ്യക്തമായിട്ടൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിൽ നിങ്ങൾ എല്ലാവരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരും ഇതിൽ വരണം. പിന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് കുറച്ചറിയുള്ളൂ. അറിയാത്ത കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അതും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. അല്ല, ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിച്ച് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ട്രസ്റ്റ് അല്ല, അങ്ങനെയല്ലേ? അങ്ങനെയാണ് ട്രസ്റ്റ് രൂപീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും. കാരണം ഇതിന് കറക്റ്റ് ആയിട്ടുള്ള അച്ചടക്കത്തോട് കൂടിയായിരിക്കണം ഈ പോക്ക്. വളരെയധികം സാമ്പത്തിക ഇടപാട് ചെയ്യുമ്പോൾ മറ്റുള്ള നാളേക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിലൂടെ നമ്മളായിരിക്കും ട്രസ്റ്റ് രൂപീകരിക്കുന്ന ആൾക്കാർ. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള 4 പേര് ചേർന്ന് ഇങ്ങനൊരു സംഭവം അതല്ല. അതും കൂടി പ്രത്യേകിച്ച് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടില്ല, പക്ഷെ അതിലേക്ക് നിങ്ങളുടെയും കൂടി പങ്കാളിത്തം വേണം. നിങ്ങളും അതിൽ ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ പങ്കാളികളാവണം എന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതിലൊരു കാര്യം പറഞ്ഞു നിർത്താം. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മളെ പോലുള്ള ആൾക്ക്, പാവപ്പെട്ട ആൾക്കാർ ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ഇവിടെ ഒരു റൂം എടുത്ത് താമസിക്കുന്ന ഏകദേശം 800, 700, 1000 രൂപ കൊടുത്താണ് റൂമെടുത്ത് താമസിക്കുന്നത്. ഈ ഒരു താമസിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു 5:15 മുതൽ വൈകുന്നേരം 5:15 മുതൽ 6:15 വരെ ഞാൻ കഞ്ഞി ഉണങ്ങാൻ പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സഹോദരന്മാരുടെ സൗകര്യം കാണുമ്പോൾ അവർക്ക് ഒന്ന് കിടന്നുറങ്ങാൻ, അവരുടെ എടുത്തിരിക്കുന്ന രോഗികളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് അന്തി ഉറങ്ങാൻ വേണ്ടി അവർ 200, 250 രൂപ കൊടുത്തിട്ടാണ് അവിടെ താമസിക്കുന്നത്. ഇങ്ങനെ നമ്മളിവിടെ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഒരു 20 സെന്റ് 25 സെന്റ് ഭൂമി നമ്മൾ വാങ്ങിച്ചാൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് നല്ലൊരു ഷെഡ് പണിയാം. നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് അന്തി ഉറങ്ങാനും ഒന്ന് അവർക്ക് അന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാനും അതുപോലെ തന്നെ കുളിക്കാനും അതിനുള്ള സൗകര്യങ്ങളും നമ്മൾ ഈ ട്രസ്റ്റ് ഇതിൽ നമ്മൾ അമ്പലമാക്കി 10, 15, 20 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ നമുക്കത് നടക്കും. അതിപ്പോ നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോ ഒരാൾ ഒരു 100 രൂപ തന്നാലും അദ്ദേഹവും ചെയ്യുന്ന വലിയൊരു സേവനമാണ് ജീവിതത്തിൽ.
കാരണം അത്രയും നമുക്ക് പറഞ്ഞു നിർത്താം. അതും വലിയ സേവനമാണ്. കാരണം നമ്മുടെ അമ്പലമുണ്ട്, നമ്മുടെ അമ്പലമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അവിടെ നമുക്ക് അഞ്ചിറങ്ങാനുള്ള നമുക്ക് സൗകര്യമുണ്ട്, കുളിക്കാൻ സൗകര്യമുണ്ട്. എന്തായാലും ആ വഴിക്ക് നമുക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കയറി പോവുക. അപ്പൊ അതും കൂടി നമ്മൾ കണക്ക് കൂട്ടണം. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും സാധാരണക്കാരായ ആൾക്കാരാണ്, ആരും നല്ല റിച്ച് ഫാമിലി ഒന്നല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതും കൂടി എല്ലാവരും മനസ്സിൽ കാണണം. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ്. അപ്പൊ ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരെയും വിളിച്ചു വരുത്തി നിങ്ങളുടെ പങ്കാളിത്തത്തിലാണ് ട്രസ്റ്റ് രൂപീകരിക്കുള്ളൂ. അതിന് എല്ലാവരുടെയും സഹകരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.